എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ആക്ച്വലി നമ്മുടെ അർബൻ ഫ്രീ റൈഡ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഗോ ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ പോളിഗൻ്റെ സിസ്ക്യൂ D7 പുതിയ ബൈക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് നമ്മൾ പോല്യൂട്ടൻ ആക്കി ഗൈസ്. മാരിനുട്ടൻ, ഇത് പോല്യൂട്ടൻ എന്നാണ് ഇനി നമ്മുടെ സിസ്ക്യൂൻ്റെ പോളിഗൺ സിസ്ക്യൂ D7 ഇനി അറിയപ്പെടാം. കേരളം ഒട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ. അപ്പോൾ ആ ഒരു പേരിടൽ ചടങ്ങ് കൂടി ഞാൻ നടത്തിയിട്ടുണ്ട് കേട്ടോ. പോളിയൂട്ടൻ ലോക്കൽ അർബൻ റൈഡുകളാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. ലോക്കൽ ടെറൈനും കാര്യങ്ങളൊക്കെയാണ്. സോ ഫസ്റ്റ് സെക്ഷൻ ഇവിടെ നിന്ന് തന്നെയാവാം കേട്ടോ. അയ്യോ ബോയ്, ഇത് എന്ത് ബിൽഡിങ്ങാണ്? സോ കാല് കുത്തരുത്, കാല് കുത്താണ്ട് വേണം വളയ്ക്കാൻ. സോ മോനെ ഭയങ്കര സ്മൂത്ത് കേട്ടോ. ഭയങ്കര സ്മൂത്ത് സാധനം. നമ്മുടെ വീടിൻ്റെ അവിടുത്തെ സ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് പുറത്തൊരു സ്റ്റേഴ്സ് ജമ്പ് ചെയ്യണത് കേട്ടോ. ബാക്കില് സസ്പെൻസ് ഉള്ള കാരണേ. ഇതേതാ ബിൽഡിങ്? വേറെ ഏതാ ബിൽഡിങ് ആട്ടോ. നമുക്ക് 3, 4, 5 നിലയുണ്ട്. 5 നിലയാണെന്നുണ്ട് കേട്ടോ. ജസ്റ്റ് അടിച്ചു നോക്കി നോക്കാം. ലോക്ക് ഒക്കെ സെറ്റാണ്. ലെറ്റ്സ് ഗോ. വളയില്ല കേട്ടോ, അത് വളയില്ല ഗൈസ്, വളഞ്ഞില്ല. സീൻ ഇവിടെ നിന്ന് നല്ല ലെങ്ത് വേണം കേട്ടോ. അത് വളഞ്ഞ് കയറണമെങ്കിൽ കാല് വർക്കിംഗ് അല്ലേ. ചെറുതായിട്ട് ഇവിടെ പോയി ഇടിച്ചു കേട്ടോ. ഈ മൊന ഇവിടെ ചെന്ന് കൊണ്ടേ ആ 2ാം നിലയിൽ നിന്ന് ചാടിയില്ലേ. ആക്ച്വലി അവിടെ 5 നിലയുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുന്നില്ല കേട്ടോ. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റേഴ്സേ പറ്റുള്ളൂ. അതാ വളഞ്ഞിട്ട് അവിടെ ഇടിച്ച് വീണതാ. കാല് നേരെ ചോന്നുന്നുണ്ട്. അത് നല്ല ഇടി കിട്ടിയിട്ട് ഈ സൈഡിൽ പോയിട്ട് ഇടിച്ചതാ. സാരല്ലേ, കുഴപ്പമൊന്നുണ്ടാവില്ല ഞാൻ വിചാരിക്കാം. ഞാൻ 2ാം നിലയിൽ വെച്ച് നിർത്തിയത്. 2ാമത്തെ നിലയിൽ കയറുമ്പോൾ അവിടെ ഫാൻ ഇട്ടൊരു ചേട്ടൻ ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഞാൻ മിണ്ടാണ്ട് ഇങ്ങോട്ട് പയ്യെ ഇറങ്ങിപ്പോന്നെ. അല്ലെങ്കിൽ 5 നിലയും കയറായിരുന്നു. സാരില്ല, നമുക്ക് കിട്ടും. നമ്മളൊരു വട്ടം വീണതാണ്. എന്നാലും ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. ഒരു വട്ടം വീണുകൊണ്ട് അതുകൊണ്ട് ഞാൻ വലിയ ഫുൾ സ്പീഡിൽ ചെയ്യാണ്ടിരുന്നേ. നമുക്ക് ഇതിൽ കൂടെ പോയിട്ട് സെയിം ഡയറക്ഷൻ അപ്പുറത്തേക്ക് കൂടെ വരാം കേട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മുടെ ഫസ്റ്റ് സ്ഥലം ജമ്പാണ് കേട്ടോ. മോനെ അയ്യോ, ഇതായിപ്പോ ഒരു ക്ലൈംബ് വന്നു. എനിക്ക് സീറ്റ് പൊക്കി വയ്ക്കണ്ട, അതുപോലെ തന്നെ സൈക്കിളിൽ നിന്ന് ഇറങ്ങണ്ട, ഒന്നും ചെയ്യണ്ട കേട്ടാ.
ബിക്കോസ് വി ഹാവ് ദ ഡ്രോപ്പ് പോസ്റ്റ്. സോ അതൊന്ന് അമർത്തി കൊടുത്താൽ മതി. ശാസ്ത്രത്തിൻ്റെ ഒരു വളർച്ച. ഇത് കണ്ടോ, ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ നമുക്ക് ചാടാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റേതെന്ന് പറയണത് വളഞ്ഞിട്ട് ചെന്ന് നമ്മുടെ ഇത് കാല് പോയി ഇടിക്കും. അതാണ് പ്രശ്നം വരണത്. ഇങ്ങനത്തെ സ്റ്റെപ്പൊന്നും കുഴപ്പമില്ല, നമുക്ക് ആ ഒരു പൊസിഷൻ ഇരുന്നാൽ മതി. എന്നിട്ട് സൈക്കിൾസ് എഴുതി നോക്കണേ. ഇവിടെ കണ്ടോ സൈക്കിൾ വയ്ക്കുന്ന സ്റ്റാൻഡാണോ എന്താണെന്നറിയില്ല കേട്ടോ. സൈക്കിൾസ് എഴുതിയിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് ഒരു വളഞ്ഞ വഴി പണി നോക്കാം കേട്ടോ. അവിടെ ഒരു വളഞ്ഞിട്ടുള്ളൊരു സ്റ്റെപ്പുണ്ട്, സെക്യൂരിറ്റിക്കാരനുണ്ട്. സ്റ്റിൽ ഇവിടെ ഒരു ചെയ്യാനുണ്ട് ഗൈസ്. ഞാൻ ആദ്യം കൂടെ റൗണ്ട് അടിച്ച് വന്നതാ. അവിടെ ഒരു ചെയ്യാനുണ്ട്, അത് ഞാൻ കണ്ടില്ല. ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ സെൻറ് തോമസ് റോഡിലേക്ക് കിടക്കാം കേട്ടോ. ചെറിയൊരു ഷോർട്ട് കട്ടോ. കാറുകളും ബൈക്കുകളൊന്നും പോകാറില്ല അങ്ങനെ. ബട്ട് സ്റ്റിൽ അങ്ങനെ ആർക്കും അറിയാത്തൊരു വഴിയാണ്. നമുക്ക് നേരെ വടക്കേ സ്റ്റാൻഡ് പോവാം. വടക്കേ സ്റ്റാൻഡിൽ നമ്മുടെ ലൊക്കേഷൻ പോവാം കേട്ടോ. നമ്മൾ പൂരപ്പറമ്പ് എക്സിബിഷൻ ഉണ്ടല്ലോ, എക്സിബിഷൻ സ്റ്റാളിൻ്റെ അവിടേക്ക് വന്നിരിക്കുക കേട്ടോ. യെസ്, കയറിപ്പോയി. അത് കയറുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. എക്സിബിഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ തള്ളൂ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് തള്ളും ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാലേ. സോ ഉള്ളിലേക്കൊന്ന് കയറി നോക്കിയോ കേട്ടോ. ആരും ഉണ്ടാവാൻ വഴിയൊന്നുമില്ല, എന്നാലും സ്റ്റിൽ നമുക്കൊന്ന് കണ്ടു നോക്കാമല്ലോ പൂരപ്പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ. എന്തെങ്കിലും ഒന്നും കിട്ടാണ്ടിരിക്കില്ല. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ആണി വരും. നമ്മൾ കഴിഞ്ഞ വട്ടം ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് ആണി ജസ്റ്റ് മിസ്സിനെ പോയേ. ഇതാ ഈ ഭാഗത്ത്, ഈ സ്ഥലത്ത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് ചാടിക്കാം, ഇഷ്യൂസില്ല. പക്ഷെ ഇത് കടന്ന് പോരണം കേട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. അവിടെ ചേട്ടൻ നിൽക്കുന്നുണ്ട്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്താ മോനെ ഇവിടെയെന്ന്? ഞാൻ ചുമ്മാ റൗണ്ട് അടിക്കാൻ പൂരവിശേഷങ്ങളെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ വ്ളോഗ് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സിബിഷൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കാട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പരിപാടി. ഇതിൽ വരാൻ അല്ല, ഞാനിപ്പോ തുറന്നിട്ടുള്ള എന്റെ സാഹചര്യം കൂടി പറഞ്ഞുതരാം. ഇവരുടെ വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് തുറന്നാണ്. എക്സിബിഷൻ കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കിടക്കാൻ പാടില്ല. ഇപ്പൊ വന്നതിന്റെ കാര്യം മനസ്സിലായല്ലോ, പറഞ്ഞതിന്റെ കാര്യം ഇതിനുള്ള ജസ്റ്റ് കണ്ടിട്ട് പോക്കൂട്ടെ. ഓക്കെ, ശരി ശരി. വേറെ മറ്റുള്ള ആൾക്കാർ ഇവിടെ വരാത്തതല്ലേ? മനസ്സിലായി. ഓക്കെ, ചേട്ടൻ്റെ പേര്? മധു ചേട്ടൻ. ഓക്കെ, താങ്ക് യു. കണ്ട, ക്ലീനാണ്, വേറെ സംഭവങ്ങളും പ്രശ്നങ്ങളും കാര്യമൊന്നുമില്ല. എൻ്റെ പൊന്നെ, ഇത്രയും വലിയ സ്ഥലമായിരുന്നു കേട്ടത്. ഇതിൻ്റെ ഉൾഭാഗം നോക്കിയേ, ഇപ്പോൾ ഒരു മനുഷ്യനില്ല. ഇപ്പുറത്തുണ്ടല്ലോ വഴി, ഇപ്പുറത്ത് വഴിയില്ല കേട്ടാ. ഈ വഴി കണക്ട് ചെയ്തിട്ട് പോവാട്ടാ. പക്ഷെ അവർ അടച്ചിട്ടിരിക്കുക, അവിടെ ക്ലോസ്ഡ് ആണ്. പക്ഷെ നമുക്ക് ഇതിൽ കൂടെ കട്ട് ചെയ്തിട്ട് കയറാൻ പറ്റും. ആൻഡ് സ്റ്റിൽ താഴത്തെ ആണി ഉണ്ടോ നോക്കണം. അതും ഒരു വലിയൊരു പ്രശ്നമാണ് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, വന്ന വഴി തന്നെ പോയിട്ട് ആ സ്റ്റെയേഴ്സ് അടിക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. അതെന്തായാലും ക്ലീൻ സാധനമായല്ലേ, ഒറ്റ ലൂപ്പ് ഹോളും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒരു ജമ്പ് എടുത്തിട്ട് തിരിച്ചും കിടന്നെ വരാം. ഇതാണ് ജമ്പോ മോനെ. തിരിച്ചു വരാം കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നുമല്ല, അവിടെ ചെറിയൊരു ഹോപ്പിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഹോപ്പിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ജമ്പ് എടുത്തിട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം.
സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഒരു തേർഡ് പേഴ്സൺ വ്യൂ കാട്ടിയരാട്ടാ. ഞാൻ ഫസ്റ്റ് ചെയ്തതിൻ്റെ അത്രയ്ക്ക് ഒരു എഫക്റ്റ് എനിക്ക് കിട്ടിയില്ല. ഞാൻ വീഡിയോ കണ്ടിട്ടില്ല, ചാർജ് ഒന്നാമത് ഇതില്ല. നിങ്ങൾ റേറ്റ് ചെയ്യട്ടോ. ഔട്ട് ഓഫ് 10 എനിക്ക് തോന്നുന്നത് ഒരു 5 കിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇതായിട്ട് തോന്നിയില്ല. ജസ്റ്റ് ഒന്നും ഹോപ്പായൊന്നും തോന്നിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഫ്രണ്ട് ഒന്ന് ഹോപ്പ് ചെയ്തിട്ട് ചെയ്തോളൂ എന്നാണ് ഒരു ഫീലിംഗ്. അറിയില്ല. സോ നമ്മൾ ജൈൻറ്റ് വീലൊക്കെ ഉള്ളിടത്ത് എത്തിയിട്ട്, അപ്പോൾ ജൈൻറ്റ് വീല് സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ എത്തി. ഇവിടുന്ന് വേഗം എക്സിറ്റ് അടിക്കണം കേട്ടോ. ഗൈസ് നമ്മൾ വന്ന വഴി തന്നെ പോവാന്ന് വിചാരിച്ചു കേട്ടോ. നല്ലൊരു ചേട്ടനായിരുന്നു അത്. മധുച്ചേട്ടൻ എന്നല്ല പേര് പറഞ്ഞേ, അതേന്ന് തോന്നുന്നു കേട്ടോ. യെസ്, ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി ഇവിടുന്ന് നമുക്ക് തിരിയാട്ടോ. നേരെ നെക്സ്റ്റ് ലൊക്കേഷൻ വെച്ച് പോവാം. എക്സിബിഷൻ വന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ലേന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യും. അയ്യോ അടച്ചാ, അയ്യോ. ആ ചേട്ടാ പോട്ടെ. നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ആ വഴി. സോ നമുക്ക് പയ്യെ ഇതിൽ കൂടെ പോയിട്ട് വേണം അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. താങ്ക് യു. താങ്ക് യു. അവിടെ ഒരു സീബ്ര ക്രോസിംഗ് ഉണ്ട്, അവിടെ നമുക്ക് ക്രോസ് ചെയ്യാം കേട്ടോ ആ വഴി. ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോവാം. നമുക്ക് ഇവിടെ നിന്ന് കയറിയിട്ടൊരു സ്ഥലം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അപ്പുറത്തേക്കൂടെ പോകണ്ടേ, നമുക്ക് ഇതിൽ കൂടെ കട്ട് ചെയ്തിട്ട് പോവാം കേട്ടോ. മാൻ, നമുക്ക് ഞാൻ കയറ്റം അപ്പുറത്തേക്കൂടെ കയറണം. സ്റ്റിൽ അതൊരു ഫണ്ണായിരുന്നു. കുറച്ച് സ്റ്റേഴ്സുകളെങ്കിലും ഇടാ. ഓ, ഈ അമ്പലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. പേര് ഞാൻ വിട്ടുപോയി. ഐ ആം ദി സോറി. ഫണ്ണാട്ടത്. ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. വീഡിയോ കാണുന്നവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വീഡിയോസ് കാണുന്നവരെല്ലാവരും സായിപ്പുമാരുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. കാരണം അല്ലാത്തവരാണെങ്കിൽ കമൻറ്റ് എന്തായാലും വന്നേനെ, നീ എന്ത് തോന്നിയാസാ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട്. മറ്റേ സെറ്റപ്പാണ്. സായിപ്പ് ചെയ്ത ആഹാ, നമ്മൾ ചെയ്ത ഏഹേ, ആ സെറ്റപ്പാണ്. പക്ഷെ എനിക്ക് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇതുവരെ ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും വന്നിട്ടില്ല കേട്ടോ. സോ നമ്മുടെ മെയിൻ സ്ഥലം വരുന്നത് ഇവിടുത്തെ ഒരു ജമ്പാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ജമ്പാണ്. പക്ഷേ എനിക്ക് ചെയ്യാൻ കുറച്ചും കൂടി സ്ഥലവും ഇതൊക്കെ വേണം കേട്ടോ. സ്ഥലവും സമയമൊക്കെ വേണം, എന്നിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കണം. സ്ഥലത്തെ കാര്യങ്ങളും വണ്ടികളൊക്കെ നീക്കി വയ്ക്കണം കേട്ടോ. സോ അങ്ങനെയും കൂടി ആയിട്ടാണ് നമ്മളത് ചെയ്യുള്ളൂ. ഹായ്, പ്രാവുകൾ പറന്നുപോയി. സോ നമുക്ക് ഡയറക്ഷനിൽ അങ്ങോട്ട് കയറാട്ടാ. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ്. അത് കുറച്ച് ടാസ്ക്കാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. അമ്മേ, ഓ മതി 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 മതി. എനിക്ക് അതിനുള്ള ആരോഗ്യമുള്ളൂ കേട്ടോ. കാരണം ഈ ടയറ് ഇവിടെ നിന്ന് കയറിയ വശം അപ്പം തന്നെ ഇപ്പോഴത്തെ ടയറിലേക്ക് അടി വരും. അപ്പോഴേക്കും ഈ ഭാഗം പൊക്കണം കേട്ടോ. സോ അങ്ങനെ വരുമ്പോൾ നല്ല കോർ സ്ട്രെങ്ത് വേണം ഗൈസ്. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. ബാക്കിലത്തെ
ഹൈഡ്രേഷൻ ബാക്ക് പാക്കും അതുപോലെ തന്നെ നമ്മുടെ ഡ്രോപ്പർ പോസ്റ്റ് കേട്ടോ. ഈ സാധനം ബെസ്റ്റ് ഇൻവെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗെയിം ചേഞ്ചറാന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. മോനെ ലുക്ക് നോക്ക് നിങ്ങൾ. ഓ, ഞാനിങ്ങനെ പിടിച്ച് നിന്നത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് എങ്ങനെയായാലും നിൽക്കും കേട്ടോ. ലുക്ക് അറ്റ് ദ ബ്യൂട്ടി ഗൈസ് മോനെ. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാരണം അത് കുറച്ചും കൂടി സെറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ബൈക്ക് ചെക്ക് വീഡിയോ വേണമെങ്കിൽ പറയട്ടോ. ഈ ബൈക്കിൻ്റെ ഫുൾ സ്പെക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബൈക്ക് ചെക്ക് വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും, നമുക്കത് ചെയ്യാം കേട്ടോ. അടുത്തത് എനിക്ക് ചെയ്യാൻ ഉള്ളത് നമ്മുടെ മാരിൻ വെച്ച് കുറേ വട്ടം നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുള്ള ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള സ്റ്റേഴ്സാണ് കേട്ടോ. ഇതാണ് നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് നമ്മുടെ പുതിയ ബൈക്കും വെച്ചിട്ട് കേട്ടോ. സോ ഇതാണ് നമുക്ക് ചാടാനുള്ളത്. സോ നമുക്ക് അതൊന്ന് നോക്കി നോക്കാം കേട്ടോ. ഗൈസ് ഡ്രോപ്പിന് വാമപ്പും കാര്യങ്ങളും സെറ്റ്. ലെറ്റ്സ് ഗോ ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് അടി കുറവുണ്ട് കേട്ടോ. നമുക്ക് നല്ല അടി കുറവുണ്ടമ്മേ. ഫുൾ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇതട്ടോ, ഒന്നും അറിയണില്ല നമ്മൾ. എന്നാൽ ഇത്രയും സ്റ്റേഴ്സ് ചാടി കൈവേദന കാലുവേദന കമ്പാരിറ്റീവ്ലി ഹാർട്ടയിൽ വെച്ച് ഫാർ ബെറ്റർ ആട്ടോ മോനെ. പൊളിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടിക്ക് എപ്പോഴാണ് കംപ്ലൈൻറ്റ് വരാമെന്നാണ് ഞാൻ നോക്കണേ. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലം കണ്ട്, ഒരു ജിമ്മാണ് കേട്ടോ. നമ്മുടെ വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ളതാണ്. സോ ഞാൻ ജസ്റ്റ് ഷൂ വിൽപ്പനയ്ക്കാണോ അല്ലാട്ടോ, ഇവിടെ ഒരു ജിമ്മുണ്ട് പ്ലസ് നമുക്ക് കറങ്ങി വരാനുള്ള സ്പേസും ഉണ്ട് കേട്ടോ. സോ നമ്മുടെ ടെക്നിക്കൽ സ്കിൽസും കാര്യങ്ങളും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഗൈസ്. പിന്നെ ടൈൽസ് അല്ല കണ്ട, കോൺക്രീറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ഇതിൽ കൂടെ കറങ്ങി യൂട്ടേൺ എടുത്ത് ഇങ്ങനെ ഇറങ്ങി പോവാം കേട്ടോ. ഞാൻ സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട് വന്നതാ. അവിടെ ബൈക്ക് ഇരിക്കണം നോക്ക്, ചെല്ലാണ്ടി മറ്റേ ഇതിൽ പറയില്ലേ കേസ്. നമ്മൾ സ്വപ്നം ആഗ്രഹിച്ചു. അമ്പോ നോക്കിയേ, ഇവിടെ പെയിൻറ്റ് പോണ്ട് കേട്ടോ. കേസ് ഇവിടെ പെയിൻറ്റ് പോണ്ട്. ഇത് ഉറഞ്ഞിട്ട് കേട്ടോ, സസ്പെൻഷൻ അടിച്ചിട്ട്. അപ്പോൾ ഈ സൈഡിലും പോണ്ടാവും കേട്ടോ, അപ്പുറത്തെ സൈഡിലും പോണ്ടാവും. ഓ നോക്കിയേ, അപ്പുറത്തെ സൈഡിലും പോണ്ട് കേട്ടോ നല്ലോണം. നോക്കി കണ്ട. അതിനെന്ത് ചെയ്യും നമ്മൾ, പെയിൻറ്റ് പോയി തുടങ്ങി അവിടെ. ഇപ്പുറത്ത് പിന്നെ കുഴപ്പമുണ്ടാവില്ല, ഇത് അനങ്ങാത്ത സ്ഥലമല്ലേ. ഇപ്പുറത്ത് പെയിൻറ്റ് കൊണ്ട് ഇപ്പുറത്ത് നിന്നും പോണ്ടാവും. ഓ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഇത് അനങ്ങല്ലേ, സസ്പെൻഷൻ അനങ്ങല്ലേ. ഇനി എത്ര പെയിൻറ്റുകൾ പോവാൻ കിടക്കുന്നു ഗൈസ്. സോ ലെറ്റ്സ് ഗോ. ഡ്രോപ്പിന് 1 2 3 അങ്ങനെ അത് പൊളിച്ച്. ഒന്നാമത്തെ 4 അതെ കാണാറുണ്ടോ? താങ്ക് യു. പേര് ശരത്ത്. സാവിത്ത്. ഓക്കെ. ക്രിക്കറ്റ് കളി ഏതാ? അർബൻ ഫ്രീ റൈഡ്. പണ്ടത്തെ സൈക്കിൾ കൊടുത്ത മറ്റേ മാരം കൊടുത്തു. ഓക്കെ നടക്കട്ടെ, ബൈ. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഫൈനലി നമ്മുടെ ഇന്നത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയൊരു അർബൻ ഫ്രീ റൈഡ് നമ്മുടെ ബൈക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഇതിലാണ് പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഇതുവരെ മാരിനും കൊണ്ട് പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ജസ്റ്റ് നമുക്ക് നമ്മുടെ വണ്ടിയും വെച്ച് നമ്മുടെ ഏറ്റവും പുതിയ പോളിയൂട്ടനായിട്ട് ഒന്ന് പോകണമെന്നൊരു ആഗ്രഹം, അതിൻ്റെ ബേസിസിലാണ് ഈ സീരീസ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ ബൈക്കും കാര്യങ്ങളും സ്റ്റാൻഡിലൂടെ വെച്ചിട്ടുണ്ട്. അടുത്തൊരു കിടിലൻ വ്ളോഗായിട്ട് കാണാം ഗൈസ്. ടിൽ ദെൻ ബൈ.